ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ $1,000,000 മോർണിംഗ് റൊട്ടീനൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ വന്നത്, നിങ്ങളോട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന്, ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒരു മനസ്സിലൊരു തോന്നൽ വന്നതല്ലേ, ഇപ്പം തന്നെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യൂണിവേഴ്സ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു ഇൻറ്റ്യൂഷനാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. പല സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചറമ്മ ഞാൻ ആദ്യകാലത്തെ സ്റ്റുഡൻ്റാണ്, ടീച്ചറമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറയും, മക്കളെ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സ്റ്റുഡൻറ്റിനെയും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഞാൻ അവർക്ക് സ്ഥിരം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ്. അവർ തന്ന സപ്പോർട്ട് കൊണ്ടല്ലേ ഇന്ന് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം നല്ല ഓർമ്മയിൽ നിൽക്കും. നമ്മൾ നന്ദി പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരുമല്ലോ. പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ലൈഫിലൊരു സക്സസ് കിട്ടുമ്പോൾ വന്ന വഴി മറന്നു പോകും. ഞാൻ എവിടെ നിന്ന് തുടങ്ങി, എന്നെ ആരൊക്കെ കൈപിടിച്ചുയർത്തി, എൻ്റെ ജീവിതത്തിൽ എന്നെ ഉയർച്ചയിലേക്ക് നയിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, അവരോടുള്ള നന്ദി പറച്ചിലില്ല, അവരോടുള്ള ആ ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒന്നുമില്ല. അത് ലൈഫിലൊരു സക്സസ് വന്നു കഴിയുമ്പോഴത്തേക്കും മതി മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് നേടിയത്. യൂണിവേഴ്സ്, എന്ത് യൂണിവേഴ്സ് പോകാൻ പറ, എല്ലാം എൻ്റെ കഴിവാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, എല്ലാം എൻ്റെ കഴിവിൽ ഞാൻ നേടിയതാണ്. ഇതെല്ലാം എൻ്റെ ആ പ്രവൃത്തിയിലൂടെ വന്നതാണെന്നൊക്കെയുള്ള ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തും. എപ്പോഴും നമ്മൾ ഓർക്കണം, ലോ ഓഫ് കർമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് കർമ്മ എന്താ പറയുന്നത്? നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്, നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹം 100 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹവും നന്ദിയില്ലായ്മയുമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് നല്ല സന്തോഷവും സമാധാനവും കൊടുക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരും. നമ്മൾ നന്ദികേട് കാണിച്ചാൽ അതായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു മനുഷ്യർക്കും ഒരു വേദനയ്ക്കും വിഷമത്തിനും കാരണമാകാതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാക്കി വെക്കുക. ടീച്ചർമ്മയുടെ സക്സസിൻ്റെ സീക്രട്ട് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, മനസ്സ് എപ്പോഴും ശുദ്ധമാക്കി വെക്കുക. ആരോടും പകയും വെറുപ്പും ദേഷ്യവും വിരോധവും വിദ്വേഷവും ഒന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാവുക. നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധമായിരിക്കണം. പുറമേ നമ്മൾ ഭയങ്കര ഷോ ഓഫ് കാണിച്ചിട്ട്, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, അതാണ് ഇതാണ് അതൊക്കെ കാണിച്ചിട്ട് ഉള്ളിൽ മൊത്തം കെടുമ്പും കുന്നായ്മയും കൊണ്ടിരുന്നാൽ നമുക്ക് സക്സസ് കിട്ടൂല. നമ്മൾ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉള്ളിലും പുറത്തും എല്ലാം ഏറ്റവും നല്ല മനുഷ്യരായിരിക്കുക, ഏറ്റവും ശുദ്ധരായ മനുഷ്യരായിരിക്കുക. നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, വന്ന വഴി മറന്നു പോവാതിരിക്കുക. നമ്മളെ കൈപിടിച്ച് ഉയർത്തിയവരോടൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എല്ലാവരോടും നന്ദി പറയണം. നമ്മുടെ ഓരോ ഗുരുക്കന്മാരും ചിലരൊക്കെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് നല്ല സക്സസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നെ ഗുരു പോകാൻ പറ, ഇതൊക്കെ എൻ്റെ കഴിവിലൂടെ വന്നതാണ്, അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്. മക്കളെ, അതൊന്നും ലോങ് റണ്ണിൽ ആ സക്സസ് പോവില്ല. അതൊക്കെ നമ്മളെന്നും ഗുരുവിനോട് ഗുരുത്വം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള മെൻറ്ററുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയില്ലേ, പുള്ളിക്കാരി എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി ഞാൻ അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോസ് മാത്രം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയത്. ഇന്നും ഞാൻ എൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. മാമിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഫ്ലൈറ്റിൽ മുംബൈയിൽ പോവുകയും പുള്ളിക്കാരിക്ക് ഡയമണ്ടൊക്കെ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്യുന്ന കാര്യം. അതങ്ങനെ ചെയ്യുന്നത് എന്തോന്ന് വെച്ചില്ല മക്കളെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വഴിത്തിരവായ വ്യക്തിയോട് എനിക്ക് അവർ ഈശ്വരനാണ്. അവരെനിക്ക് ഈശ്വരനാണ്. കാര്യം ഈശ്വരന് എല്ലാവരുടെയും മുമ്പിൽ എത്താൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പലരും ഈശ്വരൻ്റെ രൂപത്തിലെത്തും അല്ലേ? നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഈശ്വരൻ്റെ രൂപത്തിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അതുപോലെ എൻ്റെ ലൈഫിൽ ആ ഈശ്വരൻ്റെ രൂപത്തിലെത്തിയ വ്യക്തിയെ ഞാൻ, അതാണ് അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അതെൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ് വരെ, എൻ്റെ അവസാന ശ്വാസം വരെ ആ ഗ്രാറ്റിറ്റ്യൂഡ് നിലനിൽക്കും. ചിലരാണെങ്കിൽ അതിൽ ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല, ഒന്നുമില്ല. അവർ വേണമെങ്കിൽ ഗുരുവിനെ 4 മോശവും കൂടെ പറയും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നല്ല എളിമയിൽ ജീവിക്കുക. എത്ര സക്സസ് തലയ്ക്കും മീതെ വന്നാലും ഡൗൺ ടു എർത്തായിട്ട്, ദൈവമേ എനിക്കത് ഇത് തന്ന എൻ്റെ ഗുരുവിനും എൻ്റെ ദൈവത്തിനും നന്ദി, എനിക്കതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. നന്ദിയോടെ ജീവിക്കുക മക്കളെ. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാക്കി മാറ്റുക. നന്ദി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പോയ പോക്കിൽ നമ്മൾ ഏണിയും പാമ്പും കളിക്കില്ലേ, പാമ്പ് വിഴുങ്ങി ഏറ്റവും താഴെ വരുമല്ലേ, ഇങ്ങ് പോരും. അങ്ങനെ പോരണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എളിമയോടെ ജീവിക്കാനും സ്നേഹത്തിൽ ജീവിക്കാനും നന്മയിൽ ജീവിക്കാനും സത്യസന്ധമായി ജീവിക്കാനും എല്ലാവരെയും നമ്മൾ എല്ലാ മനസ്സോടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ഒക്കെ പഠിക്കുക. ഏറ്റവും ശുദ്ധ മനുഷ്യരായിരിക്കാം. ടീച്ചർമ്മയ്ക്ക് ജിമ്മിൽ പോകാനുള്ള സമയമായി, ഞാൻ പോട്ടെ. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ വീഡിയോസിലുള്ള ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.